വഖഫിനെതിരായ ലീഗിൻ്റെ സമരം റാലി കോഴിക്കോട് ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് തന്നെ പോകുന്നു. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഹീദ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ അണിനിരത്തി ഒരു ദേശീയ ശ്രദ്ധ ഈ മാർച്ചിന് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണല്ലോ ഈ 2 ലക്ഷത്തിലധികം ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. റാലി തുടങ്ങുമ്പോൾ, ആരംഭിക്കുമ്പോൾ പങ്കാളിത്തവും നേതാക്കളുടെയൊക്കെ തന്നെ സാന്നിധ്യവും എങ്ങനെയാണ്? ഈ മുസ്ലിം സംഘടനകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെ അരക്ഷിതമാക്കുന്ന ഒരു ബില്ല് ആണ് വഖഫ് ബില്ല് എന്ന ഒരു വലിയ ആരോപണവും വിമർശനവും ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ കൂടി ഒരു മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ലീഗ് ഇത്തരമൊരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് കേരളത്തിലാണ് നടക്കുന്നതെങ്കിൽ കൂടി നേരത്തെ പൗരത്വ സമരത്തിലായ ഘട്ടത്തിലേക്കായി കഴിഞ്ഞാലും മേഘ സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ കേരളം വലിയ പ്രതിഷേധ ചൂട് ഉയർത്തിയ ഒരു സംസ്ഥാനം തന്നെയായിരുന്നു. ആ തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ചൂട് കേരളത്തിൽ നിന്ന് തന്നെ ഉയരണം. മടങ്ങിയ ഇംതിയാസ് കൂടി ചേരുന്നുണ്ട്. ഇംതിയാസ്, എത്രത്തോളം പങ്കാളിത്തമുണ്ട്? നേതാക്കൾ ഒരുപാട് പേര് എത്തുന്നുണ്ട് ലീഗിന് പുറമേയുള്ള സംഘടനകളിൽ നിന്നൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വഖഫിനെതിരെയുള്ള റാലി നടക്കുന്ന പൊതുസമ്മേളനം നടക്കുന്ന ബീച്ചിലെ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വേദിയിലേക്ക് ഇപ്പോൾ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രമുഖരായ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗും പി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. MLA മാർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അതേ സമയത്താണ് ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വഖഫ് ഭേദഗതിക്കെതിരെ റാലി ഇപ്പോൾ കോഴിക്കോട്ട് നടക്കുന്നത്. അവർ തന്നെ അവകാശപ്പെടുന്നത് 1 ലക്ഷത്തിൽ പരം ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ്. ഏകദേശം ഇപ്പോൾ ബീച്ച് മുഴുവൻ ആ രീതിയിലുള്ള പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിനെതിരെ ഈ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള റാലി ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ TV ഇബ്രാഹിം MLA ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. അല്പസമയം പരിപാടി ആരംഭിക്കും. എല്ലാവരും എത്തി തുടങ്ങിയോ? എങ്ങനെയാണ്? ലീഡേഴ്സ് എല്ലാവരും ഇവിടെ റെഡിയാണ്. ആളുകൾ കൊച്ചു കൊച്ചു പ്രകടനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകടനങ്ങളിപ്പോൾ നഗരത്തിലാകമാനം ട്രാഫിക്കിൻ്റെ ജാം വന്നു കഴിഞ്ഞു. ആളുകളുടെ വമ്പിച്ച ജനക്കൂട്ടം വലിയൊരു ആരവമായി മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നേതാക്കൾ ഈ ആളുകളോട് കൂടി നേതാക്കൾ സ്റ്റേജിലെത്തും, ഉടനെ തന്നെ തുടങ്ങും ചെയ്യും. അവിടെ നിന്നും മാറി നിൽക്കേണ്ടതാണ്. നമ്മുടെ ഗ്രൗണ്ടിൽ സൗകര്യമുണ്ട്. നിൽക്കുന്ന ആളുകൾ കൃത്യമായി വളണ്ടിയറിന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ റാലി എന്ന് പറയുന്നത് പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രമേയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാണ്. പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഭരണഘടന പ്രത്യേകിച്ച് അനുവദിച്ച് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ പോലും ഈ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ്, ഫാസിസ്റ്റ് ഗവൺമെൻറ് ഓരോന്നോരോന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയായി വരുന്നതിൻ്റെ NSM, അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലും അടക്കമുള്ള കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് മുത്തലാഖ് ബില്ലിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളടക്കം വലിയ ആശങ്കയോടുകൂടി കാണുന്നത് ഇപ്പോൾ കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമോന്നത നീതിപീഠത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗും ഇതിൽ കക്ഷി ചേർന്ന് അതിൻ്റെ വാദപ്രതിവാദങ്ങൾക്ക് അതിൻ്റെ കോടതി നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പഞ്ചാബിലെ PCC അധ്യക്ഷനായിട്ടുള്ള അമരീന്ദർ സിംഗിനെയാണ് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. ഒരുപക്ഷെ വയനാടിന്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒരുപക്ഷെ പങ്കെടുപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് ആരെ പങ്കെടുപ്പിച്ചാലും എന്തുകൊണ്ട് മറ്റേ ആളുണ്ടായില്ല എന്ന് ചോദിച്ച് വളരെ ബാലിശമായ ചോദ്യമാണ്. അത് വെറുതെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല അരവിന്ദർ സിംഗ് ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് വന്നുപെട്ടിട്ടുണ്ട്. എന്തായാലും പഞ്ചാബിൽ നിന്നുള്ള PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും പങ്കെടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരുപക്ഷെ അവകാശവാദം പോലെ തന്നെ അത്രയും ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വഖഫ് ഭേദഗതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്താണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മഹാറാലി നടക്കുന്നത്. നിരവധി നേതാക്കൾ ലീഗിന് പുറമെ പങ്കെടുക്കുന്നുണ്ട്.